ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വചനം വായിച്ചു നോക്കിയാലോ. വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു, അല്പബുദ്ധി അതിലേക്ക് ചെന്ന് ശിക്ഷ അനുഭവിക്കുന്നു. ഇത് സുഭാഷിത പുസ്തകത്തിനുള്ള വായനയാണ്. 27-ാം അധ്യായം 12-ാം തിരുവചനം. എന്താ സംഭവം നമുക്ക് നോക്കിയാലോ. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന നടത്തുന്ന ഒരു വിവേകിയായ മനുഷ്യന് തൻ്റെ ആത്മീയ ശത്രുവിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും പെട്ടെന്ന് തിരിച്ചറിയാനും അവയോട് ഉചിതമായും ദൈവഹിതമനുസരിച്ചും പ്രതികരിക്കാനുള്ള വിവേചനം ലഭിക്കുന്നു. ആത്മീയ വിവേകത്തോടെയുള്ള പ്രവൃത്തി ഒരിക്കലും തിന്മ പുറപ്പെടുവിക്കുന്നില്ല. ഇതുവഴി പിശാചൊരുക്കുന്ന കെണികളിൽ വീഴാതിരിക്കാനും ആത്മീയ അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കുന്നു. ആത്മീയ വിവേകമുള്ള ഒരുവൻ്റെ ചിന്തയും സംസാരവും പ്രവൃത്തിയും പുറത്തു വരുന്നത് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടായതിനാൽ അവ ഒരിക്കലും ആരെയും മുറിപ്പെടുത്തുകയോ അസമാധാനം സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല. തൻ്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിലാണ് ബുദ്ധിമാൻ്റെ വിവേകം. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.